ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛാ, വിഷ്ണു അച്ഛൻ എവിടെയാ? അതെ, ആ കുട്ടിയുടെ കരച്ചിലാ എന്നെ അസ്വസ്ഥനാക്കുന്നത്. അച്ഛനും അമ്മയും കൂടെയുണ്ട്. പിന്നെ അത് ആരെ വിളിച്ചായിരിക്കും കരയുന്നത്? ഇതെല്ലാം വെറുതെ ഏട്ടത്തമ്മ ചിന്തിച്ചുണ്ടാക്കുന്ന കാര്യങ്ങളാ. ഇതിന് മറുപടി പറയാൻ എനിക്കാവില്ല. അല്ല, എല്ലാവരും നന്മ മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ആ എന്നെ തന്നെ ഏട്ടത്തമ്മ സംശയിക്കുന്ന അറിഞ്ഞപ്പോ ഞാൻ തകർന്നു. ഇപ്പൊ ഏട്ടത്തമ്മയുടെ മുന്നിൽ നിൽക്കുന്ന കമലിന് ജീവനുണ്ടെന്നേ ഉള്ളൂ. ഒരു അപേക്ഷയുണ്ട്, ഇനി എന്നെ ഇങ്ങനെ സംശയിക്കരുത്. സംശയിച്ച ഞാൻ ചങ്കുപൊട്ടി ചത്തുപോകും. അമ്മേ, മോളെ, പപ്പിക്ക് നല്ല ചൂടുണ്ട്. ഇവിടെ ഇരുന്ന് സിറപ്പ് കൊടുത്തിട്ടൊന്നും പനി കുറയുന്നില്ലടി. എന്നാ പിന്നെ മോളെ സിറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമേ. ഞാൻ ഇപ്പൊ തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്താം. ശരി, ഞാൻ പറഞ്ഞു നോക്കാം. പറഞ്ഞാ പോരാ, നിർബന്ധമായിട്ടും അമ്മ അവരെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടണം. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുക. ശരി. അയ്യോ, പപ്പി എടുക്കാം. എന്നെ എടുക്കണ്ട, ഞാൻ വന്നോളാം. വിഷ്ണു അച്ഛൻ എന്തിയെ? വിഷ്ണു അച്ഛനെ കാണിച്ചു തരാം. മോള് വന്നേ. വാ വാ മോളെ. എന്നെ വിട്. വിഷ്ണു അച്ഛൻ എവിടെ വെച്ചോ? വിഷ്ണു അച്ഛൻ പിന്നെ വരും. വാ മോള് വന്നേ. എന്നെ എടുക്കണ്ട, എന്നെ വിഷ്ണു അച്ഛൻ എടുത്തോളും. വിഷ്ണു അച്ഛനെ വിളിക്ക്. ശരി ശരി ശരി, മോള് വാ, വിളിക്കാം. വാ. അച്ഛൻ, വിഷ്ണു അച്ഛൻ എവിടെ? എനിക്ക് വിഷ്ണു അച്ഛനെ കാണണം. വിഷ്ണു അച്ഛൻ ഞങ്ങളെ ബീച്ചിൽ കൊണ്ടുവന്ന് പറഞ്ഞാ. അത് മോളെ, എനിക്ക് വിഷ്ണു അച്ഛനെ കാണണം. എനിക്ക് വിഷ്ണു അച്ഛനെ കാണണം. എനിക്ക് വിഷ്ണു അച്ഛനെ കാണണം. എനിക്ക് വിഷ്ണു അച്ഛനെ കാണണമെന്ന്. വിഷ്ണു അച്ഛനെ എനിക്ക് കാണണമെന്ന് പറഞ്ഞില്ലേ? നിർത്ത് നിർത്ത്. എനിക്ക് വിഷ്ണു അച്ഛനെ കാണണം. എവിടെ എന്റെ വിഷ്ണു അച്ഛൻ? എവിടെ എന്റെ വിഷ്ണു അച്ഛൻ? എവിടെ എന്റെ വിഷ്ണു അച്ഛൻ? അത് മോളെ, മോള് പറയുന്നൊന്ന് കേൾക്ക്. വിഷ്ണു അച്ഛനെ വിളിക്ക്. വിഷ്ണു അച്ഛനെ വിളിക്ക്. വിഷ്ണു അച്ഛനെ വിളിക്ക്. അച്ഛാ, വിഷ്ണു അച്ഛൻ എവിടെയാ? മോളെ, വിഷ്ണു അച്ഛൻ ഇപ്പോ വരും. മോള് പറയുന്നതനുസരിക്ക്. മോള് വാ. വാ മോളെ. എണീക്കാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ? എന്താ ഏട്ടാ? എവിടെയോ കേട്ടുമറന്നൊരു ശബ്ദം പോലെ. ഡോക്ടറെ കാണിക്കാൻ ഏതോ ഒരു കൊച്ചിനെ കൊണ്ടുപോകുന്നതാ. ആ കുട്ടി എവിടെയുള്ളതാണെന്ന് ഒന്ന് തിരക്കണം. എന്താ പറ്റിയെന്നും. അതിന്റെ കരച്ചിൽ കേട്ടിട്ട് എന്തോ ഒരു അസ്വസ്ഥത പോലെ. ആരെയോ ഒരാളെ തിരക്കുന്നുണ്ടല്ലോ. ആ, ഏറ്റവും അടുത്ത ആരെങ്കിലും ആയിരിക്കും. അത് ആരാണെന്ന് നീ ഒന്ന് തിരക്കണം. അത് നമ്മുടെ ആരോ ആണെന്നൊരു തോന്നല്. ആദ്യം സ്കാനിങ് നടക്കട്ടെ, എന്നിട്ട് ഞാൻ തിരക്കാം. ഏട്ടൻ അവിടെ കിടന്നേ. പോകാം. എവിടെ എന്റെ വിഷ്ണു അച്ഛൻ? എനിക്ക് വിഷ്ണു അച്ഛനെ കാണണമെന്ന്. എടാ, ശിവൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയ നമ്മൾ പറഞ്ഞ പ്രകാരം കല്യാണം നടത്തി കൊടുക്കേണ്ടി വരും. അതിനു മുമ്പ് അവൻ മരിക്കണം.
ശിവൻ സംഹാരമൂർത്തി എന്നല്ല പറയുന്നേ. സംഹാരമൂർത്തിയെ ഭസ്മമാക്കാൻ കഴിവുള്ള ഭസ്മാസുരനെ തന്നെ നമ്മൾ അവന് നേരെ ഇറക്കും. ഡിസ്ചാർജ് ചെയ്ത് അവൻ വീടെത്തരുത്. എടാ, എന്തിന് ഡിസ്ചാർജ് ചെയ്യിക്കുന്നു? അവനെ ഹോസ്പിറ്റലിൽ ഇട്ട് തന്നെ തീർക്കണം. ജീവൻ പോകാൻ ഇതിലും നല്ലൊരു അന്തരീക്ഷം വേറെ കിട്ടാനുണ്ടോടാ? ആലോചിച്ചോണ്ട് നിൽക്കാതെ പണിക്കുറ്റം തീർക്കടാ ഡേവിസേ. വിഷ്ണു അച്ഛനെ വിളിക്ക്. അച്ഛാ, വിഷ്ണു അച്ഛൻ എവിടെയാ? ചായ വാങ്ങിക്കണോ? വേണ്ട. എന്നാ ഞാൻ മെഡിസിൻ വാങ്ങിച്ചോണ്ട് വരാം. ശരി. ആ ചന്ദ്രേ, ആ? ഞാൻ നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ചായിരുന്നു. ഓ, ആ കുട്ടിയുടെ കാര്യം. ആ, അതിന് പനി കൂടിയതാ. ന്യൂമോണിയ ആണോന്ന് സംശയിക്കുന്നുണ്ട്. പാവം. അതിന്റെ കരച്ചിൽ കേട്ടിട്ട് വല്ലാത്തൊരു ഫീല്. അതാ ഞാൻ നിന്നോട് തിരക്കാൻ പറഞ്ഞു. നമ്മുടെ കുടുംബത്തിലെ ഏതോ ഒരു കുട്ടിയെ പോലെ തോന്നുന്നു. അതിന്റെ കരച്ചിലിപ്പോഴും എന്റെ കാതിൽ മുഴങ്ങുന്നുണ്ട്. അതൊക്കെ ശിവേടിന് വെറുതെ തോന്നുന്നതാ. നമ്മുടെ പരിചയത്തിലുള്ള ഫാമിലി ഒന്നും അല്ല. കൂടെയുള്ളത് അതിന്റെ അച്ഛനും അമ്മയോ. പിന്നെന്താ എനിക്ക് അങ്ങനെ തോന്നിയേ? ശിവേട്ടനല്ലെങ്കിലും കുട്ടികളെ വലിയ ഇഷ്ടമല്ലേ? ഈ കുട്ടിയാണെങ്കിൽ വന്നപ്പോ മുതൽ ആരെയോ വിളിച്ച് കരയുന്നുണ്ട്. എന്തായാലും കൂടെയുള്ള അച്ഛനെയും അമ്മയൊന്നും അല്ല, മറ്റൊരു പേരാ പറയുന്നത്. ആ, ഞാൻ മെഡിസിൻ വാങ്ങിയിട്ട് വരാം. ആ വിളിയാ എന്നെ കൂടുതൽ അസ്വസ്ഥനാക്കുന്നത്. വിഷ്ണു അച്ഛനെ വിളിക്ക്. അച്ഛാ, വിഷ്ണു അച്ഛൻ എവിടെയാ? അതെ, ആ കുട്ടിയുടെ കരച്ചിലാ എന്നെ അസ്വസ്ഥനാക്കുന്നത്. അച്ഛനും അമ്മയും കൂടെയുണ്ട്. പിന്നെ അത് ആരെ വിളിച്ചായിരിക്കും കരയുന്നത്? വിഷ്ണു അച്ഛൻ വരുമോ? ആരാ ഈ വിഷ്ണു അച്ഛൻ? മോള് തിരക്കുന്നുണ്ടല്ലോ. എന്റെ ചേച്ചിയുടെ ഭർത്താവാ. ഇവിടെ വലിയ കാര്യാ. മോക്ക് ഹൈ ടെമ്പറേച്ചറാ, അതുകൊണ്ടാ ഈ പിച്ചും പേയൊക്കെ പറയുന്നേ. മോള് കാണണോന്ന് ആഗ്രഹിക്കുന്ന ഈ വിഷ്ണു അച്ഛനോട് മോളെ ഒന്ന് വന്ന് കാണാൻ പറയൂ.